ഹായ് ഫ്രണ്ട്സ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഈ വീഡിയോ അവസാനം വരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെരുംജീരകം, ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തതാണ് കേട്ടോ. കുറച്ച് കാഷ്യൂനട്ട്. ഇതിൻ്റെ അളവെല്ലാം ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്, നോക്കണേ. ഒരു 2 വലിയ ഉള്ളി, കുറച്ച് നല്ല വലിപ്പമുള്ള ഉള്ളിയായിരുന്നു. അപ്പം നമ്മൾ ചിക്കൻ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ഉള്ളി കൂട്ടി കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴട്ടി എടുത്താൽ മതി. എന്താ വെച്ചാൽ നമ്മളിത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുമല്ലോ. ഇല്ല, നമ്മുടെ ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നോക്കൂ. ഇനി നമ്മളിതിലേക്ക് പൊടികളെല്ലാം ചേർത്തി കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി. ഇതാണ് ഇതിലുള്ള ഹൈലൈറ്റ് കേട്ടോ, ജീരകപ്പൊടി. നോർത്ത് ഇന്ത്യൻ ഡിഷിലെല്ലാം തന്നെ നമുക്ക് ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ സെപ്പറേറ്റായി കിട്ടുമല്ലോ. എല്ലാ പൊടികളും തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ റോ സ്മെല്ല് പോകുന്നവർക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി, ഞാൻ അവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയല്ലേ, അത് പുളിയായി പോവും. ഇനി നമ്മുടെ ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. നമുക്കത് അടച്ച് വെച്ചിന് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടൂല, അതിന് വേണ്ടി ഞാൻ അടച്ച് വെച്ചിട്ടില്ല. ഇതാ നോക്കൂ, നമ്മുടെ തക്കാളി വെന്ത് സ്മാഷ് ആകുകൊണ്ട് മതി. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം പേസ്റ്റ് ആക്കി എടുക്കണം. എഗെയിൻ ഞാനൊരു പാനിലേക്ക് ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ വേവാനുള്ള എത്ര വെള്ളം ആവശ്യമുണ്ടോ അത് നമ്മൾ ഇതിൽ തന്നെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മൾ ഒഴിച്ച് കൊടുത്ത് മസാലയെല്ലാം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കാനുള്ള ഉപ്പും എല്ലാം വേണം, അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ആ പേസ്റ്റ് നല്ലപോലെ തിളച്ച് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിട്ട് നല്ലപോലെ യോജിപ്പിച്ച് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് വെറും ബോൺലെസ് ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഏതിട്ടാലും ടേസ്റ്റിയാണ്. അതെങ്ങനെ നമുക്കൊരു 15 to 25 മിനിറ്റ്സ് നമുക്കത് ആവശ്യം വരും. ഇടയ്ക്കിടെ എടുത്ത് ഇളക്കി കൊടുക്കണേ. ഇതാ ഇപ്പം നമ്മുടെ ഗ്രേവിയുടെ കൂടെ നല്ല മിക്സായി വരുന്നുണ്ട് ചിക്കൻ. അത് വെന്തിട്ടില്ല, എഗെയിൻ നമ്മൾ അടച്ചു വയ്ക്കുന്നുണ്ട്. 10 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം എഗെയിൻ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഇതാ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് വരുന്നുണ്ട്. നോക്കൂ, ഇതൊക്കെ ഉണ്ടാകും നല്ല തിക്കായി ഗ്രേവി. ചിക്കനും നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. എണ്ണം തെളിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കത് അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനത് ഓപ്പൺ തന്നെ വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ്സ് കൂടെ അങ്ങനെ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത് മസാല എല്ലാം ഫുള്ളും അതിൽ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നല്ല സിമ്മിൽ വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ, ഇത് ഫസ്റ്റ് പാൽ സെക്കൻഡ് പാൽ അങ്ങനെയൊന്നുമില്ല, ഒന്നിച്ച് തന്നെ എടുത്തിട്ടുള്ളത്.
അത് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നമുക്ക് നല്ല വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഗ്രേവിക്കൊരു 250 ml മിൽക്കാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഒരു തിള വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അതും കൂടിയിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്റ്റേജിൽ നമുക്കൊരു കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്കതിലിട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.